ഭീകരാക്രമണമുണ്ടായ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈന്യം തിരച്ചിൽ വ്യാപിപ്പിച്ചു. വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ വെടിവയ്പിൽ ഒരു ജവാൻ വീരമൃത്യു വരിച്ചിരുന്നു. കൂടുതൽ സുരക്ഷാ സേന പ്രദേശത്തെത്തി. ഭീകരർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന സൈനികരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഭീകരാക്രമണം ഉണ്ടായത് എപ്പോഴായിരുന്നു? സ്ഥലത്ത് സുരക്ഷ അതീവ ശക്തമാക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? മോദി ഇപ്പോൾ ഈ പ്രദേശത്ത് അതീവ സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:15 ഇത്തരത്തിൽ വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരരുടെ ഒരു ആക്രമണം ഉണ്ടായത്. 2 വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു. അതിലുണ്ടായിരുന്ന 5 സൈനികർക്കാണ് ആദ്യം പരിക്കേറ്റത്. പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ഒരു സൈനികൻ ആശുപത്രിയിൽ വെച്ച് വീരമൃത്യു വരിക്കുകയായിരുന്നു. മറ്റ് 4 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇവരെ കൂടുതൽ ചികിത്സ നൽകുന്നതിന് വേണ്ടി കൂടുതൽ സൗകര്യങ്ങളുള്ള ഉദ്ധംപൂറിലെ സൈനിക ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് അവിടെയാണ് ഇവർക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോഴും മറ്റൊരു സൈനികന്റെ കൂടി നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ ഏറ്റുമുട്ടൽ, ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയ റൈഫിൾസ് ബ്രിഗേഡ് ഉൾപ്പെടെ കൂടുതൽ സുരക്ഷാ സേന ഈ പ്രദേശത്തേക്ക് പൂഞ്ചിന്റെ സൂരൻകോട്ട് മേഖലയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും ഈ ഭീകരരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 അതിലധികമോ ഭീകരർ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് സുരക്ഷാ സേനയ്ക്ക് കയ്യിലുള്ളത്. ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കരസേനയുടെ ഉൾപ്പെടെ കൂടുതൽ ജമ്മു കാശ്മീർ പോലീസിന്റെയും കരസേനയുടെയും അതുപോലെ തന്നെ ദ്രുതകർമ്മ സേനയുടെയും സംയുക്ത സേനാംഗങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഈ പൂഞ്ചിലെ സൂരൻകോട്ട് ഭാഗത്തേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം ഈ പ്രദേശത്തുണ്ട്. കൂടുതൽ ആളുകളെ എത്തിക്കുന്നു. മാത്രമല്ല പൂർണ്ണമായിട്ടും ഈ സൂരൻകോട്ട് മേഖല ഇപ്പോൾ സൈന്യത്തിന്റെ ഒരു ബന്ദോബസ്തിലാണ്. ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ പഴുതടച്ച ഒരു പരിശോധനയാണ്. മാത്രമല്ല എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് മാത്രമാണ് ഈ പൂഞ്ച് ഭാഗത്ത് നിന്നും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. പൂഞ്ച് ഭാഗത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന മറ്റു വാഹനങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരരെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ സൈന്യത്തിന് മുമ്പിലായി ഉള്ളത്. അതിന്റെ ഭാഗമായി ഈ രജൌരി മേഖലയിൽ പൂഞ്ചിന്റെ ഈ ഒരു രജൌരി മേഖലയാണ് ഇത്. ഒരു വലിയ രീതിയിൽ കഴിഞ്ഞ വർഷം ഡിസംബറിലെല്ലാം തന്നെ സൈനികർക്ക് നേരെ ആക്രമണം നടന്ന സ്ഥലം. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ സുരക്ഷാ സേന എത്തി ഈ പ്രദേശത്ത് ഇപ്പോഴും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു.